Hello everyone, welcome to G-Pod Class 9. It's me, Nafi. Yes! നിങ്ങൾ മക്കളെ പല ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ, ഞങ്ങൾക്ക് ഒരു പഠിക്കാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരും. പക്ഷേ എൻ്റെ പേഴ്സണൽ സജഷൻ, നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റാക്കുകയാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് അങ്ങനെ സെറ്റാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു ടൈം ടേബിൾ തരാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പഠിച്ച് നോക്കട്ടെ. ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വരുത്താം. അതിനുവേണ്ടി നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്കൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു തുടങ്ങി, അതേപോലെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങി. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ നിങ്ങൾ 4 കാറ്റഗറി ആക്കി മാറ്റണം. അതായത് ഈസി, അതേപോലെ തന്നെ മീഡിയം, ടഫ്, വെരി ടഫ് എന്നിങ്ങനെ 4 കാറ്റഗറി ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റുകൾ മാറ്റണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾ ഈസിയിൽ എന്ത് ചെയ്യും, ഇംഗ്ലീഷും അല്ലെങ്കിൽ IT-യും ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ ഈസിയിൽ ആഡ് ചെയ്യും. മീഡിയത്തിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു SS-ഉം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ഒക്കെ ചിലപ്പോൾ എന്തായിരിക്കും മീഡിയം ആയിരിക്കും. ടഫിൽ എന്തായിരിക്കും, ഒരു ഫിസിക്സും ഹിന്ദിയൊക്കെ നിങ്ങൾ ടഫിൽ ആഡ് ചെയ്യും. വെരി ടഫിൽ എന്തായാലും മാത്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കൊക്കെയാണ് ഇത്തരത്തിലൊരു സ്റ്റഡി ടൈം ടേബിൾ ആവശ്യം എന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സബ്ജക്റ്റുകൾ ഇങ്ങനെ 4 കാറ്റഗറി ആക്കി മാറ്റുന്നു. കാറ്റഗറി 1 ഈസി സബ്ജക്റ്റാണ്, കാറ്റഗറി 2 മീഡിയം സബ്ജക്റ്റാണ്, കാറ്റഗറി 3 ടഫ് സബ്ജക്റ്റാണ്, കാറ്റഗറി 4 വെരി ടഫ് സബ്ജക്റ്റാണ്. ഇത് 4 കാറ്റഗറി ആക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾ ഒരു റുട്ടീൻ മേക്ക് ചെയ്യണം. അതായത് ഒന്നുകിൽ രാവിലെ 5:30 അല്ലെങ്കിൽ 6 മണിക്കോ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം. ശ്രദ്ധിക്കണേ, അത് മൺഡേ ടു ഫ്രൈഡേ കേട്ടോ. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ 5:30 അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കണം. പക്ഷെ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ രാത്രി 10 മണിക്ക് എന്ത് ചെയ്യണം, ഉറങ്ങാനായിട്ട് പോകണം. ദിവസവും രാത്രി 10 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങിയിരിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി കേട്ടോ. ദിവസവും രാത്രി 10 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഉറങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ രാവിലെ 5:30 6 മണിക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദിവസവും രാത്രി 10 മണിക്ക് ഉറങ്ങാമെന്നുള്ളൊരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ രാത്രി 10 മണിക്ക് ഉറങ്ങുന്നു, രാവിലെ 5:30 6 മണിക്ക് എണീക്കുന്നു. ഇനി സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് കുറച്ചധികം സമയം കൂടി ഉറങ്ങാം. 10 മുതൽ 6:30 വരെ നിങ്ങൾക്ക് ഉറങ്ങാം. എന്നിട്ട് 6:30 നിങ്ങൾ എണീക്കുന്നു. ഈ ഒരു റുട്ടീനാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, സെറ്റാക്കി വെക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ രീതിയിലൊന്ന് പഠിക്കാൻ തീരുമാനിക്കുക. അതായത് മൺഡേ രാവിലെ 6 മണി മുതൽ 7 വരെ കാറ്റഗറി 2-ലുള്ള അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, സബ്ജക്റ്റുകൾ 4 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. അതിൽ കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ ഏതാണ്, മീഡിയം കാറ്റഗറിയിലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ 6 മുതൽ 7 വരെ പഠിക്കണം. അപ്പം ചിലപ്പോൾ അതിൽ മീഡിയം കാറ്റഗറിയിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് വിചാരിക്കുക, ഏതൊക്കെയാണ്, ഫിസിക്സും കെമിസ്ട്രി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 2 സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് പഠിക്കണം. അതായത് 1.5 മണിക്കൂറിൽ എന്ത് ചെയ്യാം, 45 മിനിറ്റ് ഒരു സബ്ജക്റ്റ് പഠിക്കാം, അടുത്ത 45 മിനിറ്റ് എന്ത് ചെയ്യുക, അടുത്ത സബ്ജക്റ്റ് പഠിക്കുക. ഒരിക്കലും ഈ സമയം മുഴുവൻ ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കരുത്. 2 സബ്ജക്റ്റുകളെങ്കിലും ചുരുങ്ങി നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് പഠിക്കണം. അപ്പോൾ ആ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം 45 മിനിറ്റ് 2 സെഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യം 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. നിങ്ങൾ ആദ്യം 45 മിനിറ്റ് ഒരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അടുത്ത സബ്ജക്റ്റ് പഠിക്കാൻ. ഈ ബ്രേക്കിൻ്റെ സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് കറങ്ങി ആൾക്കാരൊക്കെ സംസാരിച്ച് വരും. അപ്പോൾ ആദ്യം 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു. അടുത്ത 45 മിനിറ്റ് കാറ്റഗറി 2-ലെ അടുത്ത സബ്ജക്റ്റ് പഠിക്കുന്നു. എന്നിട്ട് രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് രാത്രി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി ചൊവ്വാഴ്ചയോ അടുത്ത കാറ്റഗറി 3-ലുള്ള 2-3 സബ്ജക്റ്റ് പഠിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, രാത്രി റിവൈസ് ചെയ്യുന്നു. ബുധനാഴ്ചയോ വീണ്ടും കാറ്റഗറി 1-ലുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു. വ്യാഴാഴ്ചയോ കാറ്റഗറി 3-ലുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു. വെള്ളിയാഴ്ചയോ കാറ്റഗറി 2-ലുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു. ഈ രീതിയിൽ. അപ്പോൾ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 സബ്ജക്റ്റ് പഠിക്കുക, രാത്രി എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. ഇനി ശനി ഞായർ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തിനുള്ളതാണ്, കാറ്റഗറി 4 ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റി വെക്കണം, ശനിയും ഞായറും മാറ്റി വെക്കണം. ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി 4-ലുള്ള സബ്ജക്റ്റ് പഠിക്കുക. എന്നിട്ട് വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ശനിയോ ഞായറോ നിങ്ങൾക്ക് കല്യാണങ്ങളോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഞായറാഴ്ചയും അതേപോലെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്റഗറി 4-ലെ സബ്ജക്റ്റ് പഠിക്കണം. വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പഠിച്ച സബ്ജക്റ്റ് റിവൈസ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച റിസൾട്ട് നേടിയെടുക്കാനാണ്. കാരണം 9ാം ക്ലാസ്സിൽ എന്തില്ല, ഇനി ഓൾ പാസ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാം എന്താണ് മിനിമം മാർക്ക് നിങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം എഫേർട്ട് ഇടണം, അത്യാവശ്യം കഷ്ടപ്പെടണം, അത്യാവശ്യം മികച്ച രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നല്ലൊരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവണം, കഷ്ടപ്പെടാൻ തയ്യാറാവണം.
അതേപോലെ തന്നെ നല്ല ജിൽജിലായിട്ട് ഉഷാറാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഈ രീതിയിൽ മികച്ച രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് തീരുമാനിക്കുക. ഇങ്ങനെ മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വിഷയത്തൊന്ന് ഇഷ്ടപ്പെട്ട് പഠിക്കുക. ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യത്തോടു കൂടി എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി മികച്ച റിസൾട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 വീക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ആഴ്ചത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ടേബിൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഈ ടൈം ടേബിൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഒരു മികച്ച ടൈം ടേബിൾ ആവശ്യമുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവരോടൊക്കെ ഈ വീഡിയോ ഒന്ന് കാണാൻ പറയാം. അപ്പം nafi.edupod എന്ന എന്നെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് 2 ആഴ്ച നിങ്ങൾ ടൈം ടേബിൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ കാര്യം കൂടി അറിയിക്കണം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് എഡ്യൂപോഡ് ക്ലാസ് 9 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ എഡ്യൂപോഡിൻ്റെ ക്ലാസ് 9 ഉണ്ടാവും. ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.